നമസ്കാരം. ACV ന്യൂസിൻ്റെ ഉള്ളു തുറന്ന പരിപാടിയിൽ ഇന്ന് ശ്രീ വി ശിവൻകുട്ടി MLA. സ്വാഗതം ശ്രീ ശിവൻകുട്ടി. സ്വാഗതം. 35ാമത് ദേശീയ ഗെയിംസ് കേരളം മെഡലുകൾ വാരിക്കൂട്ടിക്കൊണ്ട് 4ാം സ്ഥാനത്ത്. വിവാദങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. നടക്കില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു ദേശീയ ഗെയിംസ് ഭംഗിയായിട്ട് മുമ്പോട്ട് പോകുന്നു എന്നുള്ളത് താങ്കൾ പറയുക. ഭംഗി ആയിട്ടുള്ളത് എന്നുള്ളത് അടിവരയിടുന്നു. അതായത് 35ാമത് ദേശീയ ഗെയിംസ് കേരളത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ശക്തിയായി പ്രവർത്തിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ്. അന്നത്തെ കായിക വകുപ്പ് മന്ത്രിയായിരുന്നുള്ള ശ്രീ M. വിജയകുമാർ, അന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ VS അച്യുതാനന്ദൻ എന്നിവർ ഡൽഹിയിൽ അന്നത്തെ 2ാം UPA ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടുകൂടി ദേശീയ ഒളിമ്പിക് അസോസിയേഷൻ്റെ അംഗീകാരത്തോടുകൂടിയാണ് UPയിൽ നടത്തേണ്ട ഈ ദേശീയ നാഷണൽ ഗെയിംസ് കേരളത്തിലെത്തേക്ക് കൊണ്ടുവന്നത്. 2007 തന്നെ അതിൻ്റെ തീരുമാനം ഉണ്ടായി. പിന്നെ അതിൻ്റെ തീയതി നിശ്ചയിക്കുന്ന കാര്യത്തിലുമൊക്കെ തന്നെ നീണ്ട് പോകുന്ന പല കാരണം കൊണ്ടും നീണ്ടു പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. 612 കോടി രൂപയുടെ പ്രോജക്റ്റാണ്. സജീവമായുള്ള പ്രവർത്തനം ആരംഭിക്കുന്നത് UDF ഗവൺമെൻറ് വന്നതിന് ശേഷമാണ്. ഇതിൽ 3 മന്ത്രിമാർ മാറി വന്നു. ഒന്ന് ശ്രീ M. വിജയകുമാർ, അതിനുശേഷം ശ്രീ ഗണേഷ് കുമാർ, അതിനുശേഷം ശ്രീ ഉമ്മൻചാണ്ടി, അതിനുശേഷം ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അപ്പോൾ ഈ കായിക നേട്ടങ്ങൾ കേരളത്തിൽ വർത്തമാന കാലഘട്ടത്തിലും വരാൻ പോകുന്ന ഒരു 30-40 വർഷക്കാലത്തേക്ക് ഉണ്ടാക്കുക, അതിനുവേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുക, അതിന് ഉതകുന്ന കായിക താരങ്ങളെ മെല്ലെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്കിതിൽ കിട്ടുന്ന നേട്ടമെന്ന് പറയുന്നത്. ആ നേട്ടത്തെ യഥാർത്ഥത്തിൽ ഈ 35ാമത് ദേശീയ ഗെയിംസ് തട്ടിത്തെറിപ്പിക്കുകയാണ് ഉണ്ടായത്. 4ാം സ്ഥാനത്ത് കേരളം നിൽക്കുന്നു, മെഡലുകൾ വാരി കൂട്ടുന്നു. ആ മെഡലുകൾ വാരി കൂട്ടിയവർക്കും ചെറിയ വ്യത്യാസത്തിൽ മെഡലുകൾ നഷ്ടപ്പെട്ടവർക്കും നമുക്ക് അവരെ ഉള്ളു തുറന്ന് അവരെ അഭിനന്ദിക്കാം. അവരൊക്കെ തന്നെ ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു സാമ്പത്തിക സഹായവുമില്ലാതെ സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് സ്വന്തം അധ്വാനം കൊണ്ടും സ്വന്തം പരിശ്രമം കൊണ്ടും അവരുടെ രക്ഷകർത്താക്കളുടെയും കോച്ചിൻ്റെയും സുഹൃത്തുക്കളുടെയും സഹായത്തോടു കൂടി നടത്തിയ പരിശീലനത്തിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് ഈ മെഡലൊക്കെ തന്നെ കിട്ടിയിട്ടുള്ളത്. ആ മെഡലിൻ്റെ നേട്ടങ്ങളുടെ ഒന്നും അവകാശം ഈ UDF ഗവൺമെൻറ്റിനോ ഇതിൻ്റെ മന്ത്രി തിരുവഞ്ചൂരാഷനോ ഏറ്റെടുക്കുന്നതിന് വേണ്ടി കഴിയില്ല. കഷ്ടപ്പെട്ടവർ ഒരു മെഡൽ വാങ്ങുമ്പോൾ, ഒരു സ്വർണ്ണ മെഡലോ ഒരു വെള്ളി മെഡലോ ഒരു വെങ്കല മെഡലോ വാങ്ങുമ്പോൾ അവർക്ക് സാമ്പത്തിക സഹായവും മറ്റ് ആനുകൂല്യങ്ങളും ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് നാഷണൽ ഗെയിംസ് തുടങ്ങുന്നതിന് 1 മാസങ്ങൾക്ക് മുമ്പേ ഇവിടെ കേരള ടീമിനെ പ്രഖ്യാപിക്കണമായിരുന്നു. കേരള ഗെയിംസ് ഇവിടെ നടത്തണമായിരുന്നു. പ്രഖ്യാപിച്ചത് തന്നെ ഏതാണ് നാഷണൽ ഗെയിംസിൽ തുടങ്ങുന്ന 2-3 ദിവസം മുമ്പെയാണ് ഈ ടീമുകളെ പോലും പ്രഖ്യാപിച്ചത്. ഈ 2011 നടക്കേണ്ടതല്ലായിരുന്നു ശരിക്കും ദേശീയ ഗെയിംസ്? അല്ല, അത് പല ഡേറ്റുകൾ നിശ്ചയിച്ചു. 2-3 ഡേറ്റുകൾ. ഇപ്പം ഈ സമയത്ത് നടക്കുമ്പോൾ ഇതിങ്ങനെ നടന്നത് കൊണ്ടാണ് പ്രതിപക്ഷത്തിന് ഒരിക്കലല്ലോ. പ്രതിപക്ഷത്തിന് അറിയാലോ ഇത് എപ്പോഴാണ് നടത്തുമെന്നുള്ള വിവരം. പ്രതിപക്ഷം ആദ്യം മുതൽ ഈ നാഷണൽ ഗെയിംസിന് ഭരണപക്ഷത്തിലുള്ള ആൾക്കാർ സഹകരിക്കുന്നേക്കാൾ കൂടുതൽ സഹകരിച്ചുകൊണ്ടിരിക്കുന്നതാണ് പ്രതിപക്ഷം എന്ന് പറയുന്നത്. കേരളത്തിലെ 14 ജില്ലകളിലെയും സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമാർ, എലക്റ്റഡ് പ്രസിഡന്റുമാർ CPM-ൻ്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും പ്രതിനിധികളാണ്. ഈ ദേശീയ ഗെയിംസിൻ്റെ പ്രധാനപ്പെട്ട സംഘാടക സമിതികളിൽ ഒക്കെ തന്നെ ഞാനടക്കമുള്ളവർ തന്നെ ഭാരവാഹികളാണ്. ആദ്യം രാജിവെച്ചത്, അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ട് ആദ്യം രാജിവെച്ചത് രവിയാണ്. ശക്തമായ വിമർശനവുമായി രംഗത്ത് വന്നത് മുൻ മന്ത്രിയായിട്ടുള്ള ശ്രീ മുരളീധരനാണ്.
87 നാഷണൽ ഗെയിംസിൽ PT ഉഷയുടെ കയ്യൊപ്പിട്ട് ഇട്ടുകൊണ്ടാണ് 1 കോടി രൂപ കേരളത്തിലെ സ്കൂളുകളിൽ നിന്ന് കളക്ട് ചെയ്ത്. ആ PT ഉഷയ്ക്ക് നാഷണൽ ഗെയിംസിൻ്റെ ദീപശിഖപ്പെട്ട് തെളിക്കുന്നവരെ ഒരു റോളുമില്ലായിരുന്നു. ആദ്യമായ വിമർശനവുമായി രംഗത്ത് വന്നത് അത്ലറ്റിക് ടീമിൻ്റെ സെലക്ഷനുമായി ബന്ധപ്പെട്ട് PT ഉഷയാണ് രംഗത്ത് വരുന്നത്. പത്രോസ് മത്തായി 1987 നാഷണൽ ഗെയിംസ് നടന്ന അവസരത്തിൽ ഇവിടെ ടെക്നിക്കൽ കമ്മിറ്റി കൺവീനറായിരുന്നു. കേരള സർവകലാശാലയുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറായിരുന്നു അദ്ദേഹം. 10 കോടി രൂപയ്ക്ക് താഴെയായുള്ള അന്ന് ദേശീയ ഗെയിംസ് നടത്തിയതിന്, അതും ഇന്നത്തെ കാലമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റില്ല. അന്ന് ദേശീയ ഗെയിംസ് നടത്തിയ ജിജി തോമസൻ ഇന്നത്തെ നമ്മളെ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറിയാണ്. അദ്ദേഹം സായിയുടെ ചെയർമാനായിരുന്നു. അദ്ദേഹത്തിന് 2-3 ദിവസം കൊണ്ട് തന്നെ കാര്യങ്ങൾ മറ്റേതൊരു IAS ഓഫീസർക്ക് മനസ്സിലാവുന്നതിനേക്കാൾ കൂടുതൽ മനസ്സിലാവും. കാരണം സായിയുടെ ചെയർമാനാണ്, നാഷണൽ ഗെയിംസ് നടത്തിയിട്ടുള്ള ആളാണ്. അദ്ദേഹം പരസ്യമായി തന്നെ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഞങ്ങൾ എതിർക്കുന്നില്ല. ഞങ്ങൾ രാജിവെച്ചത് അവസാനം ഒരു നിവൃത്തിയില്ല വന്നതിന് ശേഷമാണ് രാജിവെച്ചത്. രാജിവെച്ചെങ്കിലും ഞങ്ങളുടെ ഈ ഒഫീഷ്യലായിട്ട് ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഒഫീഷ്യലായിട്ട് ചെയ്യുന്ന ടെക്നിക്കലായിട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വഴി ഇട്ടിട്ട് പോയാൽ വലിയ പ്രശ്നമായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അവർ ഇപ്പോഴും പുറകെ നിന്ന് സഹായം തേടുന്നുണ്ട്. ഉദാഹരണം ഇപ്പോൾ മെഡിക്കൽ കമ്മിറ്റി ചെയർമാനാണ് ഞാൻ, സ്റ്റേറ്റ്. അവരിപ്പോഴും എൻ്റെ അടുത്താണ് വരുന്നത് കാര്യങ്ങൾക്ക് വേണ്ടി. ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. കാരണം കായികമേളയ്ക്ക് ഒരു തടസ്സം ഉണ്ടാകാൻ വേണ്ടി പാടില്ല. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഗെയിംസിൽ പങ്കെടുക്കുന്ന 5000-ഓളം വരുന്ന കായിക താരങ്ങൾ, ഇന്ത്യ ഒട്ടാകെയുള്ള കായിക താരങ്ങൾ, ചെറിയ വ്യത്യാസം ഞാൻ പറയുന്നതിലുണ്ടാവാം. അവരെ സംബന്ധിച്ചിടത്തോളം അവർ കേരളത്തിലേക്ക് വരുന്നു, അത്യാവശ്യം കിടക്കാനുള്ള താമസ സൗകര്യം, ഒരു ചെറിയ ഭക്ഷണം. അവർക്ക് അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ചിന്ത മുഴുവൻ എങ്ങനെയെങ്കിലും ഗ്രൗണ്ടിലേക്ക് പോവുക, ഓടുക, ചാടുക, കളിക്കുക, മെഡൽ വരിക എന്നുള്ളതാണ്. അല്ലാതെ 612 കോടി രൂപ എങ്ങനെ വിനിയോഗിക്കുന്നു, അതിൻ്റെ ചിലവുകൾ ഏതെല്ലാം രൂപത്തിലാണ് എന്നൊന്നും അവർക്ക് പറയേണ്ട കാര്യവുമില്ല. അവർ പറയാനൊട്ട് തയ്യാറുമില്ല. ഈ LDFന്റെ കാലത്താണല്ലോ ദേശീയ ഗെയിംസിൻ്റെതായ തരത്തിലുള്ള നീക്കങ്ങൾ ആരംഭിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് സ്റ്റേഡിയത്തിന് വേണ്ടി മാറ്റിവെച്ച തുകയിൽ നിന്ന് ഈ ദേശീയ ഗെയിംസുമായി ബന്ധമില്ലാത്ത സ്റ്റേഡിയങ്ങൾക്ക് വേണ്ടി, ഉദാഹരണത്തിന് തങ്കമ്മ സ്റ്റേഡിയം, അതിനു വേണ്ടി പണം മാറ്റിവെച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. അതായത് ഈ നമ്മുടെ സ്റ്റേഡിയങ്ങളിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇതിൽ ടോട്ടൽ 200 കോടി രൂപയുടെ അഴിമതിയാണ് നാഷണൽ ഗെയിംസിൻ്റെ ഈ കാര്യത്തിൽ നടന്നിരിക്കുന്നത്. നാഷണൽ ഗെയിംസിൻ്റെ ഡയറക്ടറേറ്റിൽ ഒരു ഉദ്യോഗസ്ഥൻ പോലും സർക്കാർ ഉദ്യോഗസ്ഥനില്ല. എല്ലാവരും തന്നെ റിട്ടയർഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. മുൻ DGP ജേക്കബ് പുന്നൂസ് അവസാനം വന്ന് ജോയിൻ ചെയ്ത ആളാണ്. അദ്ദേഹം പറയുന്നതിന് ഒരു വിലയില്ല എന്നുള്ള വിവരം ഞാൻ റിപ്പോർട്ടർ ചാനലിൽ അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ദേശീയ ഗെയിംസിന് വേണ്ടി ഈ നാഷണൽ ഗെയിംസിൻ്റെ വേദികളും സ്റ്റേഡിയങ്ങളും നിർമ്മിക്കുന്നതിന് വേണ്ടി മാത്രം 229 കോടി 24,12,594 രൂപയാണ് ചെലവഴിച്ചത്. ഇതൊരു നമ്മൾ തന്നെ നിങ്ങൾക്ക് ഇതിനകത്തൊക്കെ ഉള്ളവരാണ്, നാട്ടിൽ ജീവിക്കുന്നവരാണല്ലോ. ഒരു ചെറിയ കോൺട്രാക്റ്റ് കൊടുത്താൽ പോലും ആ കോൺട്രാക്ട് ഇത്രാം തീയതി കോൺട്രാക്ട് അവസാനിച്ച് പണി പൂർത്തീകരിക്കും എന്നുള്ള ഒരു എഗ്രിമെൻ്റ് ഉണ്ടാവുമല്ലോ ഈ കാര്യത്തിൽ, അല്ലേ? നടപടിക്രമം ഉണ്ടാകും. ഗവൺമെൻറ് ആകുമ്പോൾ ടെൻഡർ ഉണ്ടാവും, എല്ലാം ലോവസ്റ്റ് സ്റ്റാൻഡ് ആയിരിക്കും കൊടുക്കുന്നത്. ഇത്രാം തീയതി പണി പൂർത്തീകരിക്കണം. നാഷണൽ ഗെയിംസിന് ഡേറ്റ് ഡിക്ലെയർ ചെയ്തിട്ട് 2 വർഷം കഴിഞ്ഞല്ലോ. ഈ സ്റ്റേഡിയങ്ങളിലെ 1 മാസം മുമ്പ് പൂർത്തീകരിക്കേണ്ടതാണല്ലോ ഇത്രയും കാശ് മുടക്കിയ സ്റ്റേഡിയങ്ങൾ. ഒരു സ്റ്റേഡിയം പോലും ഈ 34 തീയതിക്ക് മുമ്പ് പൂർത്തീകരിച്ചില്ലല്ലോ. ആരാ എൻ്റെ കുറ്റക്കാരൻ? LDF ആണോ എൻ്റെ കുറ്റക്കാരൻ? നമ്മുടെ കോടിക്കണക്കിന് രൂപ വരുന്ന സ്ഥലമല്ലേ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന് വേണ്ടി കാര്യവട്ടത്ത് കൊടുത്തത്? 166 കോടി രൂപ ചിലവ് വരുമെന്ന് അതിൻ്റെ BOT അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുള്ള സ്വകാര്യ ഏജൻസി പറയുന്നു. ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ. 15 വർഷം കഴിഞ്ഞ് 20 വർഷം കഴിഞ്ഞ് നമുക്ക് തിരിച്ചു തരും. വലിയ സ്റ്റേഡിയം തന്നെ. പക്ഷേ സാങ്കേതികമായി പൂർണ്ണ പരാജയമാണ് ആ സ്റ്റേഡിയം. അതാണ് ഈ കലാപരിപാടി തന്നെ പരാജയപ്പെടാൻ വേണ്ടി കാരണം. കാരണം സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ സ്റ്റേഡിയം കഴിഞ്ഞാൽ പിന്നെ 1 ലക്ഷത്തോളം വരുന്ന ആൾക്കാർ ഇരിക്കാൻ വേണ്ടിയുള്ള ഗാലറിയാണ്. ലോകത്ത് അങ്ങനെ ഒരു സ്റ്റേഡിയം ഒരിടത്തുമില്ല 1 ലക്ഷം പേർക്ക് ഇരിക്കാൻ വേണ്ടിയുള്ള മറ്റു സൗകര്യങ്ങളും ഇല്ലാത്ത ഒരു സ്റ്റേഡിയം.
ഞാൻ വെല്ലുവിളിച്ച് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും അതുപോലെ തന്നെ നാഷണൽ ഡയറക്ടറേറ്റിനെയും വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നു, 175 വർക്കുകൾ നോൺ നാഷണൽ ഗെയിംസ് എന്നുള്ള നിലയിൽ ഇവിടെ പിന്നെ ഗെയിംസ് ഡയറക്ടറേറ്റിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായിട്ടുള്ള ശ്രീ അനിൽകുമാർ ഒപ്പുവെച്ച് ഇറക്കിയിട്ടുള്ള ഉത്തരവിൽ 175 സ്റ്റേഡിയങ്ങൾ പിന്നെ നിർമ്മിക്കുകയോ പുതുക്കി നിർമ്മിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ 1/2 ഡസനോളം വരുന്ന സ്റ്റേഡിയങ്ങൾ സ്വകാര്യ വ്യക്തികൾക്കാണ് കൊടുത്തിട്ടുള്ളത്. തങ്കമ്മ സ്റ്റേഡിയം നാഷണൽ ഗെയിംസിൻ്റെ പിന്നെ തങ്കമ്മ സ്റ്റേഡിയം നാഷണൽ ഗെയിംസിൻ്റെ ആണെങ്കിൽ പോലും കുഴപ്പമില്ല, അല്ല എന്ന് പിന്നെ മുൻ പിന്നെ അന്ന് ചുമതല ഉണ്ടായിരുന്ന മന്ത്രി പറഞ്ഞല്ലോ. അല്ല, ദേശീയ ഗെയിംസുമായിട്ട് ആ സ്റ്റേഡിയത്തിന് യാതൊരു ബന്ധവുമില്ല, പാർക്കിംഗ് സൗകര്യത്തിന് വേണ്ടിയാണെന്നുള്ള ഒരു ന്യായം അവിടെ ഇടയ്ക്ക് വരികയുണ്ടായി. ആ ഒരു സ്റ്റേഡിയത്തിലല്ലേ ഞാൻ 175 സ്റ്റേഡിയം അങ്ങനെയാണെന്ന് ഞാൻ പറയുകയാണ്. തങ്കമ്മ സ്റ്റേഡിയം അങ്ങനെ അല്ല തീരുമാനിച്ചിട്ടുള്ളത്, 175 സ്റ്റേഡിയങ്ങൾ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ പിന്നെ താങ്കൾക്ക് ഞാൻ അതിൻ്റെ രേഖ തരാം. എൻ്റെ ഓഫീസിൽ വന്ന അതിൻ്റെ കൃത്യം 175 സ്റ്റേഡിയങ്ങളുടെയും രേഖ നൽകുന്നതിന് വേണ്ടി പിന്നെ തയ്യാറാണ്. തിരുവനന്തപുരത്തെ സ്റ്റേഡിയമാണെന്നുള്ളത് തിരുവനന്തപുരത്തെ സ്റ്റേഡിയങ്ങൾ തിരുവനന്തപുരം റെസിഡൻസ് അസോസിയേഷനോട് കൊടുത്തിട്ടുണ്ട് സ്റ്റേഡിയങ്ങൾ അങ്ങനെ. പിന്നെ മറ്റേ സ്വകാര്യ സ്ഥാപനങ്ങൾ കൊടുത്തിട്ടുണ്ട്. എൻ്റെ മണ്ഡലത്തിൽ തന്നെ മുടവമ്മൾ സ്കൂളിൽ മൾട്ടിപർപ്പസ് സ്റ്റേഡിയം എന്ന് പറഞ്ഞ് 40 ലക്ഷം രൂപ സ്റ്റേഡിയം ഇതിൻ്റെ ഈ നാഷണൽ ഗെയിംസിൻ്റെ പേരിൽ നിർമ്മിച്ചിട്ടുണ്ട്. അത് താങ്കൾക്കൊരു നേട്ടമാണല്ലേ? അല്ല, അത് എനിക്ക് വലിയ നേട്ടം തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ ഇവരിറക്കിയിട്ടുള്ള പിന്നെ ഡോക്യുമെന്റിൽ തങ്കമ്മ സ്റ്റേഡിയം ഇല്ല. അപ്പോൾ അതാണ് അതിൻ്റെ. എന്തുമാത്രമല്ല, സ്വകാര്യ വ്യക്തികൾക്ക് അങ്ങനെ ഇവിടെ ടെന്നീസ് പിന്നെ നമുക്കറിയാം, ടെന്നീസ് ക്ലബ്ബ് തിരുവനന്തപുരത്ത് അറിയാം, 2.5 കോടി രൂപ. 2.5 അല്ല, 3 കോടി മുകളിലാണ്. എന്തിനെന്നറിയാം, പ്രാക്ടീസ് സ്റ്റേഡിയമാണ്. അതായത് ഇവിടെ വാവപ്പ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഓട്ടോറിക്ഷ പിടിച്ചിട്ട് കുമാരപുരത്ത് പോകണം കളിക്കാൻ വേണ്ടി. സാധാരണഗതി തൊട്ടടുത്തല്ലേ വാവപ്പ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. ഇനി പാവപ്പെട്ട ഒരു സാമൂഹ്യപരമായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ആ കോമഡി കയറാൻ വേണ്ടി പറ്റുമോ? അത് പക്ഷേ നമ്മൾ വിടുന്ന പ്രശ്നം ഇല്ല. പക്ഷേ ശ്രീ ശിവൻകുട്ടി ചോദിച്ചോട്ടെ, അതിന്റെ നവീകരണ സമയത്ത് ഇക്കാര്യത്തിൽ ഒരു എതിർപ്പ് ഉണ്ടായില്ലേ? നവീകരണ സമയത്ത് അതാണ് ഒരു പ്രശ്നം. നവീകരണ സമയത്ത് തന്നെ ഇതിനെ നമ്മൾ എതിർക്കാൻ പോയാൽ ഇത്രയും അഴിമതി ഉണ്ടായിട്ടും ഇത്രയും അഴിമതികൾ വസ്തുതപരമായിട്ട് പറഞ്ഞിട്ട് പോലും എന്തിനാണ് നിങ്ങൾ എതിർക്കുന്നത്? ഞങ്ങൾ നാഷണൽ ഗെയിംസ് അല്ലേ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. തുടക്കം മുതൽ തന്നെ നമ്മൾ ഈ കാര്യത്തെ എതിർക്കാൻ വേണ്ടി പോയാൽ അതുകൊണ്ടാണല്ലോ ഞങ്ങൾ രാജിവെക്കാൻ വേണ്ടി തയ്യാറാവാത്തത്. രണ്ടാമത്തെ ഒരു കാര്യം കൂടെ ഏറ്റവും പ്രധാനപ്പെട്ട 30,77,35,213 രൂപയാണ് കായിക ഉപകരണങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി നീക്കി വെച്ചിട്ടുള്ളത്. അത്ലറ്റിക് മീറ്റിനുള്ള ഉപകരണങ്ങൾ കപ്പലിൽ കിടക്കുകയാണ്. ഇനി മെനഞ്ഞാണ് കോക്കോ മത്സരം കഴിഞ്ഞ ശേഷമാണ് ആറ്റിങ്ങൽ ശ്രീപാദത്തിൽ ഈ മാറ്റ് വന്നത് ഇട്ടിരിക്കുകയാണ്. തൃശ്ശൂർ അതേപോലെ ഗുസ്തിയുടെ ഉപകരണങ്ങൾ മാറ്റിയിട്ടൊക്കെയാണ്. പകുതിയോളം വരുന്ന ഉപകരണങ്ങൾ സായിന്ന് വാടകയ്ക്ക് എടുത്തിരിക്കുന്നു. വേറെ പിന്നെ ഒരു നിവൃത്തിയില്ലാതെ അവസാനം ചെയ്തിരിച്ചാൽ അസോസിയേഷൻസ് ഉണ്ടല്ലോ, വിവിധ അസോസിയേഷൻസ്, സ്വിമ്മിങ് അസോസിയേഷൻ, ഫുട്ബോൾ അസോസിയേഷൻ, പിന്നെ കബഡി അസോസിയേഷൻ, അങ്ങനെയൊക്കെയുള്ള അസോസിയേഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള അസോസിയേഷൻകാരെ ഏൽപ്പിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ എങ്ങനെയെങ്കിലും ആരെയെങ്കിലും 3 കൊട്ടേഷൻ വാങ്ങിച്ചിട്ട് ഈ സാധനങ്ങൾ വാങ്ങിച്ചോളാം. അപ്പോൾ യഥാർത്ഥത്തിൽ 1 മാസങ്ങൾക്ക് മുമ്പേ സ്റ്റേഡിയം റെഡി ആവണം. 1 മാസങ്ങൾക്ക് മുമ്പേ ഈ പിന്നെ ഉപകരണങ്ങൾ കൊണ്ട് ഫിറ്റ് ചെയ്യണം. ഇപ്പോൾ ഉദാഹരണം പിന്നെ 17 കോടി രൂപ മുടക്കിയാണ് നമ്മുടെ ഷൂട്ടിംഗ് സ്റ്റേഡിയം മറ്റൊരുക്കാവ്. അതിൽ ഷൂട്ടിംഗ് എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് ഒക്കെ എന്നൊക്കെ പറഞ്ഞ വലിയ, പക്ഷേ അത് പൂനെയിലും ഡൽഹിയിലെയും ഷൂട്ടിംഗ് റേഞ്ചിനെ പോടുന്ന തന്നെ കിടപിടിക്കുന്നുണ്ടെന്ന് പറയുകയും ചെയ്യും. എല്ലായിടത്തുണ്ടാവും. 31-ാം തീയതി ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. 1 മാസങ്ങൾക്ക് മുമ്പേ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച് അവിടെ പിന്നെ ഷൂട്ടിംഗ്, നമ്മളെ കേരളത്തിലെ താരങ്ങൾക്ക് ഷൂട്ടിംഗ് നടത്തുന്നതിന് വേണ്ടി അവസരം പിന്നെ കിട്ടേണ്ടതാണ്. ഷൂട്ടിംഗ് സ്റ്റേഡിയം ഇപ്പോൾ അത് നിർമ്മാണ പ്രവർത്തനം ഇനിയിപ്പോൾ ഓരോ ദിവസം 30-ാം തീയതി കഴിഞ്ഞിട്ട് ഇതെല്ലാം പൂർത്തീകരിച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് കാര്യമില്ലല്ലോ. അത് കിടപിടിക്കുന്ന സ്റ്റേഡിയം തന്നെയാണ്, അതിന് തർക്കമൊന്നുമില്ല. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 20 കോടി രൂപയാണ് സാംസ്കാരിക പരിപാടിക്ക് വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത്. എങ്ങനെ നമ്മൾ കേരളം പോലുള്ള ഒരു സ്ഥലത്ത് താങ്ങുന്നു? 15.5 കോടി രൂപ ഉദ്ഘാടനത്തിന് സമാപനത്തിന് വേണ്ടി ചെലവഴിച്ചിരിക്കുന്നു. ലാലിസം എന്ന് പറഞ്ഞ പ്രോഗ്രാമിന് വേണ്ടി പിന്നെ 1,80,00,000 രൂപ ചെലവഴിച്ചിരിക്കുന്നു. അവിടെ ജനങ്ങളെ മുഴുവൻ തിങ്ങിക്കൂടിയ ജനങ്ങളെ മുഴുവൻ കബളിപ്പിച്ച്
ചുണ്ടനക്കി നേരത്തെ പ്രീ റെക്കോർഡ് ചെയ്ത് അവിടെ ഇരുന്ന ജനങ്ങളെ മുഴുവൻ ടി വിയിൽ കണ്ടവർക്കൊക്കെ മനസ്സിലായി. ലാൽ പാട്ട് നിർത്തിയതൊക്കെ ഇവിടെ തബല അടിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ആൾക്കാർ കൂവി പിന്നെ ഇറക്കിപ്പോയി. ലാലിനെ കൊണ്ട് ഈ അഴിമതിയിൽ കൊണ്ട് ഇടുകയാണ് ചെയ്തത്. അവിടെ നടന്ന ഈ 3 മണിക്കൂർ നേരത്തെ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ജനം മുഴുവൻ ഇറങ്ങിപ്പോയി. 15 പിന്നെ ഈ 1,80,00,000 രൂപ ശ്രീ മോഹൻലാൽ നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമാണ്, ഇന്ത്യക്ക് അഭിമാനമാണ്, ഏറ്റവും വലിയ അഭിനയ സാമ്രാട്ടാണ്. അക്കാര്യത്തിൽ നിന്നും ഒരു സംശയമില്ല. എൻ്റെ സുഹൃത്താണ്, എൻ്റെ മണ്ഡലത്തിൽ താമസക്കാരനാണ്, പൂജപ്പുര ഡോമിൽ താമസക്കാരനാണ്, തിരുവനന്തപുരത്തുകാരനാണ്. പക്ഷേ മോഹൻലാൽ ഗായകനില്ല. പിന്നെ ലതാ മങ്കേഷ്കറും ജയചന്ദ്രനും യേശുദാസൊന്നും അല്ല. പിന്നെ മോഹൻലാൽ ഇതിന് പോകേണ്ടിയില്ലായിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ്. അദ്ദേഹം ഗായകനല്ലെന്നുള്ള ഞാൻ തീർത്തും പറയും. അതിന് ഒരു തർക്കവുമില്ല. അല്ല, ശ്രീ ശിവൻകുട്ടി പറയുന്നു അതിനകത്ത് മോഹൻലാൽ ഇറങ്ങേണ്ടിയില്ലായിരുന്നു, നാണം കെടേണ്ടിയില്ലായിരുന്നു. 1,80,00,000 രൂപ മുടക്കി ഇനി നമുക്ക് ആ ഉദ്ഘാടന ചടങ്ങ് തിരിച്ചു കിട്ടുമോ? അത് ദേശീയ ദുരന്തമായി മാറിയില്ലേ? അല്ല, അതിനോടൊപ്പം തന്നെ നടന്ന ടി.കെ. രാജീവ് കുമാർ ഇതെല്ലാം ഇത് സംവിധാനം ചെയ്തത് പിന്നെ രതീഷ് വേഗ എന്നുള്ള ഒരു ആർട്ടിസ്റ്റാണ് ഇത് സംവിധാനം ചെയ്തത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 9 കോടി രൂപയാണ് സാങ്കേതിക ഉപകരണങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി എന്നുള്ള നിലയിൽ അവർ എഴുതി കൊടുത്തിട്ടുള്ള പിന്നെ ബഡ്ജറ്റിൻ്റെ കോപ്പി എനിക്കാണ് ആദ്യമായിട്ട് കിട്ടുന്നത്. ഗെയിംസ് ഡയറക്ടർ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള സംഖ്യയാണ്. എൻ്റെ കോപ്പിയോടെ ഞാൻ താങ്കൾക്കും തരാം. ഇതിൽ 1.5 കോടി രൂപ 1,25,00,000 രൂപയുടെ പടക്കം നമ്മളൊക്കെ പിന്നെ എന്നെക്കാൾ പ്രായം കുറവായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക്. പിന്നെ നമ്മളെല്ലാം പണ്ട് കുട്ടിക്കാലത്തെ പടക്കൊക്കെ ഈ പൂരമെല്ലാം കാണാൻ വേണ്ടി പോകുമല്ലോ. ഇതിലാർക്കും മനസ്സിലാവാത്ത രൂപത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് 1.25 കോടി രൂപ ഒരു 20 മിനിറ്റ്. ഇനി ഏത് CBI എന്ന് അന്വേഷിച്ചാലും ഈ പടക്കം പൊട്ടിക്കുന്നത് എങ്ങനെയാണ് അറിയാൻ വേണ്ടി പറ്റുന്നത്. എന്നിട്ട് ശോഭന ഇന്ത്യയുടെ വലിയ നർത്തകിയാണ്. ഞാൻ ഓണാഘോഷ പരിപാടിയിലൊക്കെ ഒരുപാട് പ്രോഗ്രാം അവരെ ക്ഷണിച്ചിട്ടുണ്ട്. സൂര്യകൃഷ്ണമൂർത്തിയാണല്ലോ ഏറ്റവും കൂടുതൽ പ്രോഗ്രാമിൽ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതെ. അപ്പോൾ ഒന്ന് താങ്കൾ സൂര്യകൃഷ്ണമൂർത്തിയുടെ വിളിച്ച് ചോദിക്കണം, എത്ര രൂപ ശോഭനയ്ക്ക് കൊടുക്കേണ്ടി വരും? താങ്കളുടെ അഭിപ്രായം എന്താ? എത്ര രൂപ കൊടുക്കേണ്ടി വരും ഒരു നൃത്തത്തിന്? അല്ല, അതിനകത്ത് വാങ്ങുക എന്ന് പറയുന്നത് അവരുടെ ഡിപ്പെൻസ്, അത് ഓരോരുത്തരിൽ നിന്നും. അല്ല, അത് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം വെച്ചാൽ ഇപ്പോൾ പിന്നെ സർക്കാരിന്റെ പരിപാടി ആകുമ്പോൾ ഒരു പക്ഷേ അങ്ങനെയല്ല. ഒരു കൂലിവേലക്കാരന് എത്ര രൂപ കിട്ടുമെന്ന് താങ്കൾക്ക് അറിയാമല്ലോ. ഒരു പെയിന്റ് അടിക്കാൻ പോയത് എത്ര രൂപ കിട്ടുമെന്ന് താങ്കൾക്ക് അറിയാമല്ലോ. അപ്പം ഞാൻ പറഞ്ഞത്, അപ്പം നമ്മുടെ നാട്ടിൽ ഏതൊരു വേലയ്ക്കും കൂലിക്കും നമുക്ക് ഏതാണ്ട് തുക അറിയാം. കലാകാരനായിരുന്നാലും അറിയാം, എന്തായിരുന്നെങ്കിലും അറിയാം. എത്ര രൂപ കൊടുക്കേണ്ടി വരും ശോഭനയുടെ നൃത്തത്തിന്? അങ്ങയുടെ ഒരു പിന്നെ ഈ പിന്നെ ടെലിവിഷൻ രംഗത്തെ പ്രവർത്തനം, ഒരു പത്രപ്രവർത്തകനാണല്ലോ, എത്ര കൊടുക്കേണ്ടി വരും? 5 ലക്ഷം ആകാം, 10 ലക്ഷം ആകാം. അങ്ങ് പറഞ്ഞ് ശരിയാണ്. വിദേശത്ത് കളിച്ചാൽ, ഗൾഫിൽ പ്രോഗ്രാം നടത്തിയാൽ 5 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരുമെന്നാണ് സംവിധായകൻ സുരേഷ് കുമാറും സൂര്യകൃഷ്ണമൂർത്തിയോട് പറഞ്ഞത്. ട്രിവാൻഡ്രത്ത് വന്നാൽ 3 ലക്ഷം രൂപ, ചിലപ്പോൾ 2.5 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും. ഇവിടെ 25 ലക്ഷം രൂപയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എങ്ങനെ സഹിക്കാൻ വേണ്ടി പറ്റും? കലാപരിപാടികൾക്കായി ലൈറ്റ് എക്യുപ്മെൻറ്റ്സ് സ്ഥാപിക്കുന്നതിന് വേണ്ടി 2.65 കോടി രൂപ. LED വാൾ ഡിസ്പ്ലേ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഒരു മീറ്ററിന് 300 രൂപ മറ്റേ വാടക, എത്ര ചെറിയ വാടകയുണ്ട്. 2.26 കോടി രൂപ. ആർക്കും മനസ്സിലാകാത്ത ഒരു പ്രോട്ടോക്കോൾ ഇവൻറ്റിന് 4.85 ലക്ഷം രൂപ. ഗ്രീൻ ഫീൽഡ് സ്റ്റേഡിയം ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് ഡെക്കറേഷൻ വേണ്ടി വരും. അവിടെ ഒരു ഡെക്കറേഷൻ ഞാൻ കണ്ടില്ല. അവിടെ 83.88 ലക്ഷം രൂപ. പിന്നെ ആർട്ട് ഡയറക്ടർക്ക് 5 ലക്ഷം രൂപ. ഈ കണക്കുകളെല്ലാം ഗെയിംസ്, ഒരു സെക്കൻഡ്, ഗെയിംസ് ഹോൾ പ്രേക്ഷകർ അറിയേണ്ടതാണ്. ഗെയിംസ് ഹോൾ അവിടെ ഇത് കത്തിക്കുന്നതിന് വേണ്ടി ഒരു വിളക്ക് പോലത്തെ ആട്ടവിളക്ക് പോലത്തെ സാധനം ഉണ്ട്. 41.29 ലക്ഷം രൂപ. പിന്നെ വീഡിയോ ഷൂട്ടിംഗ് എക്യുപ്മെൻറ്റ്സ്, ഇവിടെ ഇരിക്കുന്ന വീഡിയോക്കാർ നിങ്ങളുടെ വന്നവർക്കറിയായിരിക്കും, 12 ലക്ഷം രൂപ ഷൂട്ടിംഗ് എക്യുപ്മെൻറ്റ്സ്. നിങ്ങൾ കൊണ്ടുവന്ന എക്യുപ്മെൻറ്റ്സ് തന്നെ വിലയ്ക്ക് വാങ്ങണമെങ്കിൽ 12 ലക്ഷം ആവില്ലെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ വീഡിയോ ടീമിന് ഇതേപോലെ ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ കൂടെ ഒപ്പം വന്നിട്ടുള്ള നമ്മുടെ സഹോദരങ്ങളുണ്ടല്ലോ, അവർ കൊടുത്തിരിക്കുന്നത് 48.2 ലക്ഷം രൂപ. പിന്നെ കലാപരിപാടിയിലെ ക്രിയേറ്റീവ് ഡയറക്ടർക്ക് ഒരു സിനിമ കേരളത്തിൽ സംവിധാനം ചെയ്താൽ 1 വർഷക്കാലം കഴിഞ്ഞ് തന്നെ പറയാൻ കഷ്ടപ്പെട്ടാണ് കിട്ടുന്നത്. ഇന്നലെ ഞാൻ പ്രശസ്ത സംവിധാനമായിട്ടുള്ള മധുവായിട്ട് ഒരു കല്യാണത്തിനുണ്ടായിരുന്നു. ചോദിച്ചു എത്ര കിട്ടുമോ? 5 ലക്ഷം രൂപ, 6 ലക്ഷം രൂപ, 7 ലക്ഷം രൂപ, 8 ലക്ഷം രൂപ അങ്ങനെയൊക്കെ കിട്ടും. ഇതിവിടെ 45 ലക്ഷം രൂപയാണ് പിന്നെ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഒരു പിന്നെ
കുഞ്ഞാലി മരയ്ക്കാർ വാർക്രൈ 20 മിനിറ്റ്. നേരത്തെ പറഞ്ഞിരുന്നത് മോഹൻലാൽ ആദ്യം ഇത് ഈ ഫ്രെയിമിൽ കുഞ്ഞാലി മരയ്ക്കാരെ കാണാൻ, അതിനുശേഷം ജീവനോടെ മോഹൻലാൽ കുഞ്ഞാലി മരയ്ക്കാരായിട്ട് അതിലിറങ്ങി വരുമെന്നുള്ളതാണ്. ഒന്ന്, അവിടെ ഇരുന്ന ഈ തലമുറയ്ക്ക് ആർക്കും ഈ സ്റ്റേഡിയത്തിൻ്റെ വലിപ്പം കൊണ്ടും ഇത് വളരെ ദൂരെയാണെന്നുള്ളത് കൊണ്ടും എന്തോ ചെറിയൊരു ഉറുമ്പിങ്ങനെ പോകുന്നതിന് മാത്രമേ ആളെ തോന്നിയുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഈ കുഞ്ഞാലി മരയ്ക്കാർ ആർക്കും മനസ്സിലായിട്ടില്ല. ഇത് കുഞ്ഞാലി അറിയാമല്ലേ, ഇപ്പോൾ ഇന്നത്തെ തലമുറയിൽ കുഞ്ഞാലി മരയ്ക്കാർ ആർക്കാണ് പിന്നെ മനസ്സിലാവുന്നത്. ശരി, മറ്റേ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വേറെ വിഷയം. അതിന് ചിലവഴിച്ചിരിക്കുന്നത് 20 ലക്ഷം രൂപയാണ്. അപ്പോൾ ഈ നിലയിൽ 15.5 കോടി രൂപ ഇത് പിന്നെ 9,22,00,000 രൂപയാണ് ഇത് ചിലവഴിച്ചിരിക്കുന്നത് ഈ ടെക്നിക്കൽ കാര്യങ്ങൾക്ക് വേണ്ടി. പിന്നെ ഈ അല്ല, ഇതൊക്കെ നമ്മൾ നേരത്തെ 5.5 കോടി നേരത്തെ താങ്കൾ തന്നെ പലവട്ടം പല വേദികളിൽ ഇത് പറയുകയും ചെയ്തു. താങ്കൾ ഇങ്ങനെ വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ തിരുവഞ്ചൂർ പറയുന്നത് താങ്കൾ ഇപ്പോഴും ഒരു SFI കളിക്കുകയാണെന്നാണ് പറയുന്നത്. SFIയും കേസും തമ്മിൽ ഇതിലെന്താ ബന്ധം? SFI ഇതിൽ അഴിമതിയൊന്നും ഇക്കാര്യമില്ല. കോടികളുടെ പിന്നെ ഇതെങ്ങനെയാണ് ഞാൻ പറയാം. പിന്നെ നിങ്ങൾ സിനിമാ ഫീൽഡിൽ നിൽക്കുകയാണല്ലോ. ഈ മിനിയേച്ചർ സിനിമയുണ്ട്, ഇതിനൊരു സിഗ്നേച്ചർ ഫിലിം ഉണ്ടായിരുന്നല്ലോ, അത് അഭിനയിച്ചത് തച്ചുനാണ്. ഒരു പൈസയും കൊടുത്തില്ല, വരവും പോകുമ്പോൾ സൗജന്യമായിരുന്നു. അപ്പോൾ അതിൽ അവർ തന്നെ ഡയറക്ടറേറ്റ് ഇറക്കിയിട്ടുള്ള ഉത്തരവ് തന്നെ സംവിധായകരെന്ന് പിന്നെ ഇത് വാങ്ങുക, സ്ക്രിപ്റ്റ് വാങ്ങുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ സ്ക്രിപ്റ്റെല്ലാം മടങ്ങി കൊടുത്തിട്ട് അത് ആ ചിത്രം നിർമ്മിക്കുന്നതിന് വേണ്ടി 500 കോടി രൂപ ആസ്തിയുള്ള ഈ തിരുവഞ്ചൂർ തന്നെ ഇതിൻ്റെ മന്ത്രിയും കൂടെയാണ്, ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ മന്ത്രിയാണ്. അതിന് കൊടുക്കാതെ അവർ ചെയ്തതെന്ന് വെച്ചാൽ ബാംഗ്ലൂരുള്ള ഒരു സ്വകാര്യ കമ്പനിക്കാണ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് 25 ലക്ഷം രൂപ. അപ്പോൾ ഞാൻ ഈ സംവിധായകരോടൊക്കെ ചോദിച്ചു, എത്ര ലക്ഷം രൂപ ആവും, പിന്നെ എത്ര പൈസയാവും ഈ ഒരു സിനിമ നിർമ്മിക്കുന്നതിനെന്ന് ഞാൻ ചോദിച്ചു. അവർ പറഞ്ഞു പരമാവധി ഇതെല്ലാം കൊണ്ട് 2-3 ലക്ഷം രൂപയ്ക്ക് നമുക്ക് നിർമ്മിക്കാൻ വേണ്ടി പറ്റും. ഒരു സ്വകാര്യ കമ്പനിക്കാണ് പിന്നെ കൊടുത്തിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ ഹംഗറി, ഇറ്റലി, ഫ്രാൻസ്, സ്വിറ്റ്സർലൻഡ്, ജർമ്മനി, US, ജപ്പാൻ എന്നിവിടങ്ങളിലാണ് ഈ സാധനങ്ങൾ പിന്നെ വന്നിറങ്ങിയിട്ടുള്ളത്. ഈ വളണ്ടിയർമാരെ നിയമിച്ചതിൽ ഞാൻ ഇന്നലെ പോയി പിന്നെ ആ മേനംകുളത്ത് ഗോഡൗണിൽ കോടിക്കണക്കിന് രൂപ വില വരുന്ന സാധനങ്ങൾ അവിടെ കിടക്കുക. അല്ല, ഇത്രയും കാലത്തിനിടയ്ക്ക് ഇത്രയും ഗെയിംസ് ഇത്രയും നടന്നിട്ട് ഇത്രയും ദിവസങ്ങളാണ്, ഇതിനിടയ്ക്ക് തന്നെ CBIയുടെ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. അല്ല, അതിപ്പോൾ ഞാൻ പിന്നെ വിജിലൻസ് ഡയറക്ടർക്ക് പരാതി കൊടുത്തു, ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് പരാതി കൊടുത്തു, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, തിരുവഞ്ചൂരിന് രേഖാമനം കൊടുത്തു. 12 മന്ത്രിമാർ പങ്കെടുത്ത ഒരു ഹൈ ലെവൽ മീറ്റിങ്ങിൽ ഞാൻ എണീറ്റ് പറഞ്ഞു 15.5 കോടി രൂപ ചിലവഴിക്കുന്നത് അധികമാണ്, ഇത് നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി ചോദിച്ചു ജേക്കബ് ന്യൂസിനോട്, ഇത് ശരിയാണോ ശിവൻകുട്ടി പറയുന്നതെന്ന് ചോദിച്ചു. ശരിയാണ് സാർ, കേരളത്തിൻ്റെ സാഹചര്യം അനുസരിച്ച് കൂടുതലാണ്. പക്ഷേ ദേശീയ ഗെയിംസ് പിന്നെ ഒളിമ്പിക് മറ്റേ നമ്മുടെ ഡൽഹിയിൽ നടന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 160 കോടി രൂപ മറ്റുമായിരുന്നു ഈ കലാ. അപ്പം ഞാൻ ഇടവിട്ട് പറഞ്ഞു, സാർ അത് അങ്ങനെ അന്ന് നടത്തിയവരല്ല ജയിലിലാണെന്ന് പറഞ്ഞു. ഞാൻ അന്ന് അപ്പം തന്നെ ആ യോഗത്തിലുണ്ടായിരുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരും ആ കാര്യം കേട്ടിട്ടുണ്ട്. ഞങ്ങളൊരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞങ്ങളുടെ കൺമുമ്പിലൂടെ നടക്കുന്ന ഈ കാര്യങ്ങൾ ഞങ്ങൾ കണ്ണടയ്ക്കണമെന്ന് തിരുവഞ്ചൂർ രാഷ്ട്രം പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ കണ്ണടയ്ക്കും? ശ്രീ തിരുവഞ്ചൂർ രാഷ്ട്രം കള്ളം പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ കണ്ണടയ്ക്കും? വകമാറ്റി 175 സ്റ്റേഡിയങ്ങൾ വകമാറ്റി ചെലവഴിച്ച ശേഷം ഒരു തങ്കമ്മ സ്റ്റേഡിയത്തിൻ്റെ കാര്യം തന്നെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് എങ്ങനെ ഞങ്ങൾ പിന്നെ എതിർക്കാതെ പിന്നെ ഇരിക്കും? ഇവിടെ വളണ്ടിയറെ നിയമിച്ചതിൽ വൻ അഴിമതിയാണ് നടന്നിരിക്കുന്നത്. പത്രക്കാർ, നിങ്ങളെല്ലാം പത്രക്കാരാണല്ലോ, നിങ്ങൾക്ക് പിന്നെ ഒരു കിറ്റ് തരുമെന്ന് പറഞ്ഞ്, ഒരു ഓവർകോട്ട് പിന്നെ തരുമെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ഏതാണ്ട് 3,500 രൂപ വില വരുന്ന സാധനങ്ങൾ തരുമെന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരു പത്രക്കാരന് അത് കിട്ടിയിട്ടുണ്ടോ? സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. 500ഓളം വരുന്ന ലാപ്ടോപ്പ് ഡൽഹിയിൽ നിന്ന് വാങ്ങി, 50 അവിടെ വെച്ച് പോയി, 450 ഈ ചെക്ക് പോസ്റ്റിൽ കിടന്നു. ഇപ്പോൾ 10 നിങ്ങളുടെ പ്രസ് ക്ലബിൻ്റെ പ്രസിഡന്റ് എന്നോട് പറഞ്ഞാണ് 10 ലാപ്ടോപ്പ് വാടകയ്ക്ക് എടുത്ത് വെച്ചാണ് അവർ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ നന്ദാവനം ക്യാമ്പിൽ പോയി. എന്തിനാ പോയത്? 6 കോടിയോളം വരുന്ന ഉപകരണങ്ങൾ വാങ്ങിയിട്ടിരിക്കുകയാണ് അവിടെ. ഞാൻ ഇറങ്ങിയത് അവിടെ 30-ാം തീയതിക്കുമ്പോൾ എല്ലാ സ്ഥലത്തും ഫിറ്റ് ചെയ്യേണ്ട മെറ്റൽ ഡിറ്റക്ടർ. അല്ല, ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് ഇപ്പോൾ CBIക്ക് ഏതാണ്ട് 18 കേസുകൾ ചെന്നതായിട്ടാണ് പറയുന്നത്. ശരിയാണോ ഇത്? തത്വം
അല്ല, ഞാൻ അതിനെപ്പറ്റി ഇപ്പം ഒന്നും പിന്നെ പറയുന്നില്ല. അത് പിന്നെ എനിക്കതിനെ പറ്റിയുള്ള ഒരു ആധികാരിക ഞാനിപ്പോൾ ഈ പറഞ്ഞ എല്ലാം വളരെ വളരെ ആധികാരികമായിട്ടുള്ള വിവരങ്ങളാണ്. ഞാനിപ്പോൾ MLA ക്വാർട്ടേഴ്സിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മിറ്റിക്കാരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കോട്ടയത്തു നിന്നുള്ള കുറേ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ വന്നു. അവർക്ക് ഒരു റേറ്റ് 60 എത്രയും റേറ്റ് നിശ്ചയിച്ച ശേഷം വാഹനങ്ങൾ കോട്ടയത്ത് നിന്ന് പിടിച്ചുകൊണ്ട് വന്നു. എന്നതിന് ശേഷം അത് ട്രാൻസ്പോർട്ട് കൊട്ടേഷൻ തന്നെ അത് തിരിവ് നടത്തിയിട്ടാണ് നടത്തിയിരിക്കുന്നത്, ടെൻഡർ. എന്നിട്ട് അവരോട് പറഞ്ഞു പോലും നാഷണൽ ഗെയിംസ് കഴിയുന്നവരെ അവർക്ക് പിന്നെ ഓട്ടമുണ്ട്, അവർക്ക് എത്ര രൂപ നിശ്ചയിച്ചു, അവർക്ക് താമസം ഭക്ഷണം ഇതെല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞു. ഇപ്പം താമസവുമില്ല ഭക്ഷണവുമില്ല, പകുതി കാശേ കൊടുത്തുള്ളൂ. അവരെന്ന് പോകാൻ പറഞ്ഞു, അവരെന്ത് ചെയ്യും? പക്ഷേ തിരുവഞ്ചൂർ പറയുന്നത് മറ്റ് ഇടങ്ങളിൽ നടന്ന ദേശീയ ഗെയിംസോ കോമൺവെൽത്ത് ഗെയിംസിനോ ഒക്കെ അപേക്ഷിച്ച് ഇവിടെ അത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെയാണ് നടക്കുന്നത്, ഭംഗിയായിട്ട് തന്നെയാണ് നടത്തിക്കൊണ്ട് പോകുന്നതും എന്നാണ് പറയുന്നത്. അങ്ങേക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഈ പറഞ്ഞതെല്ലാം ഭംഗിയായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് തോന്നുന്നുണ്ടോ? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ടാണ് നടക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ? തിരുവഞ്ചൂർ ആശ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ട് ഇരുന്നാൽ അത് ഭംഗിയായി. പക്ഷെ തിരുവഞ്ചൂരും പറയുന്നുണ്ട്, ശ്രീ ജേക്കബ് പുന്നൂസും പറയുന്നുണ്ട്, ഇതിലൂടെ 1100 കോടിയുടെ നിക്ഷേപം ഇക്കാര്യത്തിലൂടെ ഉണ്ടാകും, ഈ ദേശീയ ഗെയിംസിലൂടെ ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. അതെല്ലാം പോയി ഇത് ജേക്കബ് പുന്നൂസ് പറഞ്ഞെന്നറിയാം, CBI അന്വേഷണം വന്നാൽ മുഖ്യപ്രതിയാകാനുള്ള യോഗ്യത തനിക്കാണ്. ഒരു ചാനലിൻ്റെ ചർച്ചയിൽ പറഞ്ഞതാണ്. ശരിയായിരിക്കും ചിലപ്പോൾ. AR റഹ്മാൻ്റെ പരിപാടി വേണ്ടെന്ന് വെച്ചത് ചിലവ് കുറയ്ക്കാൻ വേണ്ടിയായിരുന്നു. 5 കോടി രൂപയ്ക്ക് AR റഹ്മാൻ വരാൻ വേണ്ടി സമ്മതിച്ചതാണ്. ആ കൾച്ചറൽ പ്രോഗ്രാമിൻ്റെ മിനിറ്റ്സ് നിങ്ങൾ വിവരാവകാശ രേഖ പ്രകാരം വാങ്ങിച്ചാൽ മതി, അതിൽ കൃത്യമായിട്ടുണ്ട്. അവർ തന്നില്ലെങ്കിൽ ഞാൻ തരാൻ തയ്യാറായ ഒരു കൾച്ചറൽ പ്രോഗ്രാമിൻ്റെ കമ്മിറ്റി മെമ്പർമാർ തന്നെയാണ് ഈ പ്രോഗ്രാം മുഴുവൻ നടത്തുന്നത്. AR റഹ്മാൻ വന്നിരുന്നുവെങ്കിൽ, മോഹൻലാലും കൂടെ ആ വേദിയിലുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്തൊരു മഹിമയായിരുന്നു, എന്തൊരു തിളക്കമായിരുന്നു ആ പരിപാടിക്ക്. AR റഹ്മാൻ്റെ പ്രോഗ്രാം വരാതിരിക്കുന്നതിന് വേണ്ടി പാരവയ്ക്കുകയായിരുന്നു ഒരു കൂട്ട ആൾക്കാർ. പിന്നെ ദേശീയ ഗെയിംസിൻ്റെ ഉപകരണങ്ങൾ വാങ്ങിയത് നെറ്റിൽ പരതിയ ശേഷം ആണെന്ന്. ലാലിസം അടുത്ത സാധ്യതയായി മുന്നോട്ട് വെച്ചത് പ്രിയദർശനാണെന്ന് പറയുന്നത് ആരാ? ഈ ജേക്കബ് പുന്നൂസാണ് പറഞ്ഞത്. പിന്നെ ഈ ഉദ്ഘാടന ചടങ്ങിൻ്റെ പരിപാടികൾ തീരുമാനിച്ചത് സബ് കമ്മിറ്റിയാണ്, ഞാനല്ല. ഇതൊക്കെ പറയുന്നതാണ്. തൻ്റെ അധികാരങ്ങൾ വെട്ടിച്ചുരുക്കിയത് ഉപകരണങ്ങൾ എത്താൻ വൈകാൻ കാരണം. ഉദ്ഘാടന ചടങ്ങിനായി വാടകയ്ക്കെടുത്ത ഉപകരണങ്ങൾ അനിവാര്യമാണോ എന്ന് എനിക്കറിയില്ല. പർച്ചേസ് ഓർഡർ നൽകാൻ തനിക്ക് അധികാരമില്ലെന്ന് പറഞ്ഞ് 4 മാസം തടഞ്ഞു വെച്ചു, വൈകിച്ചു. അതിനുള്ള സാങ്കേതിക വൈദഗ്ധ്യം എനിക്കില്ല. സാധനങ്ങൾ സമയത്ത് എത്തിക്കുന്നതിൽ തനിക്ക് വീഴ്ച പറ്റി. എന്തേ ഇതിനെ സംബന്ധിച്ചുള്ളതെന്ന് പറയാത്ത സാങ്കേതിക ഉപകരണങ്ങൾ വാടകയ്ക്ക് ആണ് എടുത്തത്. പിന്നെ വേറെ പ്രശ്നം അറിയാം, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഒളിമ്പിക് അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു ഒരു അവരിവിടെ വന്ന് വെള്ളാനകളുടെ സ്ഥാപനമാണത്. നമ്മുടെ പിന്നെ ക്രിക്കറ്റിൽ നിന്ന് പുറത്താക്കിയ പിന്നെ ഒരു മഹാനുണ്ടല്ലോ, നമ്മുടെ അതിൻ്റെ ദേശീയ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീനിവാസൻ സാർ, അദ്ദേഹത്തിൻ്റെ അനിയനാണ് ഈ ഒളിമ്പിക്സ് അസോസിയേഷൻ്റെയും പ്രസിഡൻറ്റ്. അങ്ങനെ ഈ പിന്നെ ഉത്തരേന്ത്യയിലെ കുറേ മാടമ്പിമാരും ഭൂസ്വാമിമാരും പിന്നെ മൾട്ടിനാഷണലിസ്റ്റാണ് ഇതിൻ്റെയൊക്കെ പിന്നെ ഭാരവാഹികളെന്ന് പറയുന്നത്. ഇവർ കഴിഞ്ഞ ഈ നാഷണൽ ഒളിമ്പിക് അസോസിയേഷൻ, ദേശീയ ഒളിമ്പിക് അസോസിയേഷൻ്റെ ഭാരവാഹികൾ ഒരു 2 ഡസനോളം വരുന്ന ആൾക്കാർ ഈ തിരുവനന്തപുരത്തെ 7 സ്റ്റാർ ഹോട്ടലിൽ സകുടുംബവും കുട്ടികളുടെ കുട്ടികളും അവരുടെ കുട്ടികളുമായിട്ട് ഒന്ന് താമസിച്ച് തിന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഹോട്ടൽ ടാജിൽ വിളിച്ച് ചോദിച്ചപ്പോൾ 20 മുറികളാണ് അവിടെ അവർ ബുക്ക് ചെയ്തിട്ടുള്ളത്. സ്റ്റേറ്റ് ഗസ്റ്റ് ആക്കിയിട്ടുണ്ട്, ചുവന്ന ലൈറ്റ് വെച്ച കാറും ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. അവർ ഒരു കമ്മിറ്റി നിയോഗിച്ചു 1 മാസങ്ങൾക്ക് മുമ്പ്. എല്ലാ സ്റ്റേഡിയങ്ങളും ശരിയാണോ എന്ന് പരിശോധിച്ച്, എല്ലാ ഉപകരണങ്ങളും വന്നോ എന്ന് പരിശോധിച്ച്, ഗെയിംസ് നടത്താൻ പാകമായോ എന്ന് നോക്കാൻ വേണ്ടി ഒരു അവരത് സർട്ടിഫൈ ചെയ്യേണ്ടതാണ്. എല്ലാം ശരി തന്നെയാണ്. പക്ഷേ അവർ ഒരു സർട്ടിഫിക്കറ്റും കൊടുത്തില്ലെന്ന് ഈ ഗെയിംസ് ഡയറക്ടറേറ്റ് എനിക്ക് രേഖാമൂലം തന്നിട്ടുണ്ട്. ആരോ പറയുന്നത് കേട്ടു, ഇത് പരിശോധിക്കാൻ വേണ്ടി എല്ലാ ജില്ലകളിലും ചെന്നപ്പോൾ അവർക്ക് ഈ സ്റ്റേഡിയങ്ങൾ കണ്ടപ്പോൾ ഇത് സ്റ്റേഡിയമാണോ കടലാണോ എന്ന് അവർക്ക് തിരിച്ചറിഞ്ഞില്ലെന്നാണ് പറഞ്ഞത്. തലേ ദിവസത്തെ അവരുടെ പിന്നെ അവരെ ആ രൂപത്തിലാണ് കൈകാര്യം ചെയ്തതെന്നാണ് ചില ആൾക്കാർ പറയുന്നത്. എനിക്കത് അത്ര പിന്നെ എത്ര കണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. എന്തായാലും അവർ എങ്ങനെയാണ് കപ്പലിൽ കിടക്കുന്ന സാധനങ്ങൾ അവർ സർട്ടിഫൈ ചെയ്യും? പൂർത്തീകരിക്കാത്ത സ്റ്റേഡിയങ്ങൾ എങ്ങനെ അവർ പിന്നെ സർട്ടിഫൈ ചെയ്യും?
അപ്പോൾ അതിൽ കേസിൽ പ്രതിയായാൽ രണ്ടാമത്തെ പ്രതികളാവേണ്ടവരാണ്. ഞാൻ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം കേസ് എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് DGPക്ക് ഇവരുടെ പേര് വെച്ചുകൊണ്ട് ഇതിനെ പരാതി കൊടുത്തു. വഞ്ചന, കള്ളം പറഞ്ഞത്, പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കൽ ഒക്കെ ഈ വകുപ്പിൽ ചേർത്ത് കേസെടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ സംസ്ഥാന DGP എനിക്ക് തിരിച്ച് മറുപടി തന്നു. ആ മറുപടി എൻ്റെ ഇരിപ്പുണ്ട്. ആ മറുപടി പറഞ്ഞത് ഞാൻ ഗവൺമെൻറ്റിന് അയച്ചിരിക്കുകയാണ്, ഗവൺമെൻറ് ഒരു അനുവാദത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. താങ്കൾ നേരത്തെ സൂചിപ്പിച്ച 173 സ്റ്റേഡിയങ്ങൾ, നമ്മൾ തങ്കമ്മ സ്റ്റേഡിയത്തെ 75 അതിൽ തങ്കമ്മ സ്റ്റേഡിയത്തെ പറ്റി നമ്മൾ പറയുകയുണ്ട്. അതുപോലെ തന്നെ ആലപ്പുഴയിൽ ഒരു സ്റ്റേഡിയം, ആലപ്പുഴ പിന്നെ EMS സ്റ്റേഡിയം ഉണ്ട്. ആലപ്പുഴ EMS സ്റ്റേഡിയത്തിൻ്റെ കാര്യം തിരുവഞ്ചൂരാക്ഷൻ പറഞ്ഞു, അത് ഐസക് അവിടെ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. തങ്കമ്മ സ്റ്റേഡിയത്തിൻ്റെ കാര്യം വിജയകുമാർ പറഞ്ഞു, അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ആറ്റിങ്ങൽ ശ്രീപാദം സ്റ്റേഡിയത്തിനെ സംബന്ധിച്ച് പറഞ്ഞു, അത് വിജയകുമാറിന്റെ മണ്ഡലം ആയതുകൊണ്ട് തന്നെയല്ലേ തങ്കമ്മ സ്റ്റേഡിയത്തിന് വിജയകുമാർ മണ്ഡലം തന്നെ, അതുകൊണ്ടായിരിക്കും അതിനകത്തൊരു പ്രാധാന്യം കൊടുത്തത്. അതുകൊണ്ടും ഒരു പ്രശ്നമില്ലെന്ന് ഞാൻ പറയാണ്. അതായത് നാഷണൽ ഗെയിംസ് നടക്കുന്നതിൻ്റെ ഫലമായി നാഷണൽ ഗെയിംസ് നടക്കുന്നതിൻ്റെ വേദികൾ മാത്രമല്ല നമ്മൾ പിന്നെ ശരിയാക്കുന്നത്, മറ്റ് യോഗ്യതയുള്ള സ്റ്റേഡിയങ്ങൾ കൂടി അവരുടെ സ്റ്റേഡിയത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ കൂടി ഡെവലപ്പ് ചെയ്യാം ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ തങ്കമ്മ സ്റ്റേഡിയം ചെയ്ത് വലിയൊരു അത്ഭുതമാക്കി കരുതണ്ട. 175 സ്റ്റേഡിയങ്ങൾ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. അതിൽ ആ 175 സ്റ്റേഡിയത്തിൽ യോഗ്യതയില്ലാത്ത പക്ഷപാതപരമായി ചെയ്തിട്ടുള്ള ഏതൊക്കെ സ്റ്റേഡിയങ്ങളുണ്ടെന്നുള്ള പരിശോധനയാണ് നമ്മൾ നടത്തേണ്ടത്. തിരുവഞ്ചൂർ പറയുന്നതും വഴിവിട്ട് ചെയ്തു എന്നുള്ളതാണ്, ഇതിനു വേണ്ടി വകയിരുത്തി എന്നുള്ളതാണ്. ഒരു സ്റ്റേഡിയത്തിന്റെ കാര്യമില്ല തിരുവഞ്ചൂർ പറഞ്ഞത്, ഞാൻ 175 സ്റ്റേഡിയത്തിന്റെ കാര്യമില്ല ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അഴിമതിയുടെ ട്രാക്കിലൂടെ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്ത് ആരായിരിക്കും ഇതിൽ കുടുങ്ങുക? ഇതിൽ മുഖ്യമന്ത്രിയാണ് ഇതിന്റെ മുഖ്യ രക്ഷാധികാരി. ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. ഇത് തുടക്കം കുറിച്ച സമയത്ത് കായിക മന്ത്രി ശ്രീ വിജയകുമാർ ആയിരുന്നു. അദ്ദേഹത്തിനും ഇതിൽ എന്തെങ്കിലും ഒരു പങ്ക് വരാമോ? ഇല്ല, അത് സാധ്യതയില്ലല്ലോ. വിജയകുമാറിന്റെ സമയത്തുണ്ടായിരുന്ന മുഴുവൻ പിന്നെ കമ്മിറ്റി മാറ്റിമറിച്ചല്ലോ. മുഴുവൻ കമ്മിറ്റി മാറ്റിമറിച്ചു. അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന അനിൽകുമാർ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ട്. ജേക്കബ് ന്യൂസ് കഴിഞ്ഞാൽ അടുത്ത ഇതെല്ലാം ഒപ്പിട്ട് തരുന്ന ഉദ്യോഗസ്ഥൻ, ഒപ്പിടാൻ അധികാര ഉദ്യോഗസ്ഥൻ. അദ്ദേഹത്തിന് ദേശീയ ഒളിമ്പിക് അസോസിയേഷൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ് അദ്ദേഹം. അന്ന് മുതൽ 2007 മുതൽ തന്നെ അദ്ദേഹമുണ്ട്. ജേക്കബ് ന്യൂസിനെ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം നിയമിച്ചതാണ്. ഈ എടുത്തിട്ട് മുഴുവൻ കമ്മിറ്റികളും പിന്നെ UDF ഗവൺമെൻറ് വന്നതിന് ശേഷം എടുത്തിട്ടുള്ള കമ്മിറ്റികളാണ്. അതൊക്കെ അന്വേഷണത്തിലൂടെ നമുക്ക് തെളിയിക്കേണ്ട പിന്നെ കാര്യങ്ങളാണ്. ഞാനിവിടെ ഈ പറഞ്ഞ സ്റ്റേഡിയം നിർമ്മാണം, ഉപകരണങ്ങൾ പിന്നെ വാങ്ങൽ, മത്സരത്തിൻ്റെ ക്വാളിറ്റി അവിടെ പിന്നെ ഈ നാഷണൽ ഗെയിംസിൽ ഒരു മാസം ഒരു ഓഫീസർക്കുള്ള ശമ്പളം എത്രയാണെന്നറിയാം? അലവൻസ് ശമ്പളം എന്നതിൽ ഇപ്പോൾ ബോസ് എന്ന് പറയുന്ന വോളണ്ടറി കമ്മിറ്റി ചെയർമാൻ കൺവീനർ രാജിവെച്ചല്ലോ. ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചു, എത്ര രൂപ നിങ്ങൾക്ക് 8 മാസമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? ഒരാൾക്ക് 35,000 രൂപയാണ്. അപ്പോൾ 35,000 രൂപ മുതൽ 2 ലക്ഷം രൂപയുടെ ശമ്പളം വാങ്ങുകയാണ്. ഇതെല്ലാം നമ്മുടെ പബ്ലിക്കിൻ്റെ മണിയാണ്. നാണമില്ലേ തിരുവഞ്ചൂരിന് പറയാൻ വേണ്ടി മെനഞ്ഞാന്ന് 6 കോടി രൂപയുടെ പിന്നെ എക്യുപ്മെൻറ്റ്സ് കൊണ്ടിറക്കിയിട്ട് നാഷണൽ ഗെയിംസിൻ്റെ കാര്യങ്ങളിലെ ഫൈൻ ബെറ്റർ എന്ന് പറയാൻ വേണ്ടി 30 കോടി രൂപയ്ക്ക് വിദേശത്ത് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ട് 50% സാധനങ്ങൾ പോലും ഇവിടെ വരാതെ പഴഞ്ചൻ സാധനങ്ങളിട്ട് നടത്തിയിട്ട് നാണമില്ലേ പറയാൻ വേണ്ടി? ആ അമ്മൂനെ വരച്ച പിന്നെ പാവപ്പെട്ട രാകേഷ് എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ്, കാട്ടക്കടക്കാരൻ, 70 അയാൾ ഒരു എഗ്രിമെൻ്റ് ഒന്നും എഴുതി വാങ്ങിയില്ല. ആവശ്യമുള്ള കാശ് കൊടുക്കാമെന്ന് പറഞ്ഞു. കൊടുത്ത പാവപ്പെട്ടവന് 70,000 രൂപ. മെനഞ്ഞാന്ന് അയാളോട് സദ്യക്ക് എഴുന്നില്ലേ അമ്മൂന്. അതുപോലെ തന്നെ ഷാജിയൻ കരുണും അതേപോലെ തന്നെ ഫൈനാൻസ് ബോർഡിലെ പ്രിൻസിപ്പളായിട്ടുള്ള അജയകുമാറിന് കള്ളം പറയുന്നവരല്ലോ. ആ എംബ്ലം നിർമ്മിച്ചത് അവരാണല്ലോ. 1 മാസക്കാലം അവരൊക്കെ കഷ്ടപ്പെട്ടിട്ട് എംബ്ലത്തിൽ പിന്നെ മാറ്റം വരുത്തിയിട്ട് ഒരു സ്വകാര്യ കമ്പനിക്ക് കൊടുത്തല്ലോ. ഇതൊക്കെ ചെയ്തത് നമ്മുടെ നാട്ടിലെ ശരിയായ രീതിയാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നുണ്ടോ? കാര്യങ്ങൾ നേരെ നടന്നു പോകണം. നാഷണൽ ഗെയിംസിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ CPM എതിരില്ല. ഞങ്ങൾ പരമാവധി ഇതിലൂടെ സഹകരിച്ചിട്ടുണ്ട്. ഗെയിംസ് വില്ലേജ് 60 കോടി രൂപ മുടക്കിയാണ് ഗെയിംസ് വില്ലേജ് നിർമ്മിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന പ്രപ്പോസൽ ആക്കുളത്ത് നിർമ്മിക്കാൻ വേണ്ടിയായിരുന്നു. ആ ഗെയിംസ് വില്ലേജ് എല്ലാ സ്ഥലത്തും ഈ ഗെയിംസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മിച്ചം അതാണ്, ആ ഗെയിംസ് വില്ലേജാണ്. ആ ഗെയിംസ് വില്ലേജിൽ 2000-3000 വരുന്ന ആൾക്കാർക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട്, AC അടക്കമുള്ളത്. ആക്കുളത്ത് അത് നമുക്ക് ആക്കുളം ടൂറിസ്റ്റ് കേന്ദ്രത്തിനടുത്താണ്. വേളി ആക്കുളമായിട്ട് ചേർന്ന സ്ഥലമാണ്. അവിടെ നിർമ്മിച്ചിരുന്നെങ്കിൽ മെഡിക്കൽ കോളേജിലും SCT പിന്നെ ഈ ശ്രീത്രയിലും RCCയിലും വരുന്ന ഈ പാവങ്ങളെല്ലാം ഇന്ന് വേറെ സ്ഥലങ്ങളിൽ റൂമെടുത്ത് കഷ്ടപ്പെടുകയാണ്. ഈ ടൂറിസ്റ്റുകൾക്ക് എല്ലാവർക്കും വന്നു പോകുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഉണ്ടായിരുന്നു. നമുക്ക് വലിയ ലാഭവും വലിയ നേട്ടവും ഉണ്ടാകുമായിരുന്നു. ഇത്
പിന്നെ നിർമ്മാണത്തിന് വേണ്ടിയുള്ള ഓർഡർ കൊടുത്തോടൊപ്പം തന്നെ പൊളിക്കുന്നതിന് വേണ്ടിയുള്ള ഓർഡർ കൊടുത്തിരിക്കുന്നു. അതിലും വലിയ അഴിമതി നടന്നിരിക്കുകയാണ്. ശ്രീ ഗണേഷ് കുമാറിന് ഇതിനകത്ത് എന്ത് പങ്കുണ്ട്? എന്ത് മാത്രമല്ല, ഗണേഷ് കുമാർ അദ്ദേഹത്തിന്റെ പങ്കല്ല വ്യക്തമാക്കി. അദ്ദേഹം ആരോപണം ഉന്നയിക്കപ്പെടുകയാണല്ലോ. ആരോപണം ഉന്നയിക്കപ്പെടുന്ന അവസരത്തിൽ ഗണേഷ് കുമാറിന്റെ പേരിൽ ഉണ്ടെങ്കിൽ ഇവിടെ UDF ഗവൺമെന്റ് ആണല്ലോ ഭരിക്കുന്നത്, അവർക്ക് പിന്നെ കേസെടുക്കാമല്ലോ. കള്ളാരോപണം ഞങ്ങളൊക്കെ ഉന്നയിക്കുന്ന കള്ളാരോപണമാണെങ്കിൽ എന്തുകൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കേരള ഗവൺമെന്റിനും ഒരു മാനനഷ്ട കേസ് കോടതിയിൽ പിന്നെ ഫയൽ ചെയ്യുന്നതിന് വേണ്ടി അവർ ധൈര്യം കാണിക്കുന്നില്ല? അതല്ലേ ചെയ്യേണ്ട ജനാധിപത്യ സംവിധാനത്തിൽ. അപ്പോൾ ആ ഗെയിംസ് വില്ലേജ് നിർമ്മിച്ചിരിക്കുന്ന സ്ഥലം 50 കോടി രൂപയുടെ മണൽ കള്ളക്കടത്ത് നടത്തിയതിൻ്റെ പേരിൽ വിജിലൻസ് അന്വേഷണം നടക്കുന്ന പിന്നെ തൊണ്ടി സാധനം ഉള്ള സ്ഥലത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ പിന്നെ നിരോധിക്കപ്പെട്ട ഒരു പിന്നെ സ്ഥാപനത്തിൽ നിന്നാണ് നമ്മുടെ ഈ ഉപകരണങ്ങളൊക്കെ തന്നെ മറ്റേ സുരക്ഷാ ഉപകരണങ്ങൾ ഇറക്കുമതി ഇരിക്കുന്നത്. കരിമ്പട്ടിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആ സ്ഥാപനത്തിൻ്റെ പേരെൻ്റെ ഇവിടെ ഇപ്പോൾ ഓർമ്മിക്കുന്നില്ല. പിന്നെ ജമ്മു കാശ്മീരിലുള്ള ഒരു സ്ഥാപനത്തിനാണ് കാറ്ററിംഗ് സർവീസ് കൊടുത്തിരിക്കുന്നത്. 4 പ്രാവശ്യം ടെൻഡർ ചെയ്തു. ടെൻഡറിൽ മാറ്റം വരുത്തി. ട്രാൻസ്പോർട്ട് ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപയാണ് വാഹനങ്ങൾ വാങ്ങുകയും ഓടുന്നതിന്, പുതുതായിട്ട് വാങ്ങുകയും പഴയ വാഹനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത്. അതും ടെൻഡറിൽ പല പ്രാവശ്യം മാറ്റം വരുത്തി കാര്യങ്ങൾ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ സമഗ്രമായ ഒരു അന്വേഷണം ആവശ്യമാണ്. അത് പുറത്തുള്ള ഒരു ഏജൻസിയെ കൊണ്ട് തന്നെ ഒരു അന്വേഷണം ആവശ്യമാണ്. ഏതാണ്ട് 200 കോടി രൂപയുടെ അഴിമതിയെങ്കിലും ഇതിൽ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കഴിയും. നമ്മുടെ കോമൺവെൽത്ത് ഗെയിംസിന് കോമൺവെൽത്ത് കഴിഞ്ഞ് വരുന്നവരെ അവിടുത്തെ കായിക താരങ്ങൾക്ക് ഒരു പരാതി ഇല്ലായിരുന്നല്ലോ. ഉണ്ടായിരുന്നോ? ഒരു പരാതി ഇല്ലായിരുന്നല്ലോ. അതിനുശേഷമല്ലേ ഒന്നൊന്നായി പുറത്ത് വരികയും കോൺഗ്രസിൻ്റെ തന്നെ നേതാവായിട്ടുള്ള തിരുവഞ്ചൂരിൻ്റെ നേതാവായിട്ടുള്ള ശ്രീ സുരേഷ് കൽമാടി ജയിലിൽ ആവുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ പറയുമ്പോൾ അതിനകത്ത് താങ്കൾ എന്തോ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ, തിരുവഞ്ചൂരും അങ്ങനെയൊക്കെയാണ്, ആ വഴിയിലൂടെ വരും എന്നാണല്ലേ? അല്ലല്ല, ഇതൊരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ അന്വേഷണം ഉന്നയിക്കപ്പെടുന്ന ഞങ്ങളെപ്പോലെ ആൾക്കാരെ പരിഹസിക്കുന്നതിന് പകരം, ചീഫ് സെക്രട്ടറിയെ പരിഹസിക്കുന്നതിന് പകരം ഇതിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇപ്പോൾ ഞാൻ പറയുമ്പോൾ താഴെക്കെട്ട് നടക്കുന്ന എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ സ്പോർട്സ് കായിക മന്ത്രിയും അറിഞ്ഞുകൊണ്ടാണ് എന്നും പറയാനുള്ള മണ്ടത്തിലൊന്നും എനിക്കില്ല. ഇത്ര ഈ അഴിമതി ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുമ്പോഴും ഈ മറുവശത്ത് നമ്മളൊരു കാര്യം നോക്കണം. നമ്മുടെ കായിക താരങ്ങളുടെ വളർച്ചയുടെ കാര്യം, ആ കായിക താരങ്ങൾ ഒരുപാട് നേട്ടങ്ങൾ ഇവിടെ കൊയ്തു. ഇവിടെ പിന്നെ ശ്രീ സജൻ പ്രകാശ് 6 സ്വർണം നേടിയെടുത്തപ്പോൾ പ്രതിപക്ഷത്ത് നിന്ന് ആരെങ്കിലും പോയി അഭിനന്ദിച്ചോ? പ്രതിപക്ഷത്ത് തീർച്ചയായിട്ടും മുൻമന്ത്രി വിജയകുമാർ പോയി, അവരെ ടെലിഫോണിൽ അഭിനന്ദിച്ചു. എല്ലാവരും അതെല്ലാം മുറയ്ക്ക് നടക്കുന്നുണ്ട്. അതെല്ലാം പത്രങ്ങൾ വിസ്മരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കണ്ടിട്ട് വിസ്മരിച്ചു എന്നുള്ളതാണ് താങ്കൾ പറയുന്നത്. അഭിനന്ദനവും അതുപോലെ തന്നെ അവർക്ക് അർഹിക്കുന്ന പ്രാധാന്യവും LDFിന്റെ കാലഘട്ടത്തിനാണ് പോലീസിൽ ഒരു ഗെയിംസ് ടീംസ് ഉണ്ടാക്കുന്ന, ഫുട്ബോളിനും കോടിയേരി ബാലകൃഷ്ണന്റെ കാലഘട്ടത്ത് ഫുട്ബോളിനും വോളിബോളിനും ഒക്കെ തന്നെ ഉണ്ടാക്കുന്ന, തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ കായിക താരങ്ങളെ കൂടുതൽ നിയമിക്കുന്ന LDFിന്റെ കാലഘട്ടത്തിലാണ്. അല്ല, ഇനി നമുക്കിപ്പം അഴിമതിയുടെ കാര്യങ്ങൾ മാറ്റിവെക്കാം. ഇത്രയും ദേശീയ ഗെയിംസ് താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? ഇപ്പം ഇത്രയൊക്കെ നമ്മൾ നടക്കില്ല എന്നൊക്കെ വിചാരിച്ചു, ഡേറ്റ് മാറ്റിക്കൊണ്ട് പോകുന്ന കാര്യം എങ്ങനെ വിലയിരുത്തുന്നു? അഴിമതിയുടെ കാര്യം മാറ്റിവെക്കുക, ട്രാക്കിലെ ഈ കാര്യങ്ങൾ നമ്മൾ നോക്കുക. എങ്ങനെ ഓരോ കളിക്കളങ്ങളിലും എങ്ങനെ കാര്യങ്ങൾ പോയി? അതായത് ഈ നടക്കില്ല എന്ന് ഞങ്ങൾ ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. നടത്തണമെന്ന് മാത്രമേ ഞങ്ങൾ. അല്ല, ഈ വെല്ലപ്പോക്ക് കണ്ടപ്പോൾ നമുക്ക് സംശയമായിരുന്നില്ല. അല്ല, നടത്തണം, എങ്ങനെയെങ്കിലും നടത്തണമെന്നുള്ള ഇടത്താണ് ഞങ്ങളുടെ നിന്നിരുന്നത്. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ, അദ്ദേഹം കേരളത്തിലെ ഏറ്റവും വലിയ നേതാവല്ലേ, ഇന്ത്യയിലെ ഏറ്റവും വലിയ നേതാവല്ലേ? അദ്ദേഹം വലിയ ഗെയിംസ് ഇവിടെ കൊണ്ടുവന്നത്, അദ്ദേഹം വലിയ ഫണ്ട് വകകൊള്ളിച്ചത്. ഏതെങ്കിലും ഒരു വേദിയിൽ വിളിച്ച് മാന്യമായ ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടില്ലല്ലോ. 87 നയനാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ നാഷണൽ ഗെയിംസ് നടന്ന അവസരത്തിൽ 7 ജില്ലകളിലായിരുന്നു അന്ന്. ചില ആൾക്കാർ പറയുന്നുണ്ട് ഇത് വികേന്ദ്രീകരിച്ചുകൊണ്ടാണ് കുഴപ്പമൊന്നും. അന്ന് അവിടെയെല്ലാം വച്ചിരുന്ന ഫോട്ടോകളും നഗറിൻ്റെ പേരും എന്ന് പറയുന്നതെല്ലാം കായിക താരങ്ങളുടെയും അന്തരിച്ചു പോയ കായിക താരങ്ങളുടെയൊക്കെ തന്നെയാണ്. നമുക്ക് ഇപ്പം തന്നെ ഒളിമ്പിക് സുരേഷ് ബാബു നമ്മൾ തിരുവനന്തപുരത്താരനാണല്ലോ. എവിടെയെങ്കിലും താങ്കൾ കാണുന്നുണ്ടോ അദ്ദേഹത്തിൻ്റെ ഒരു പേരെങ്കിലും? ഉദയകുമാർ വോളിബോൾ താരം, അയാൾ ഡ്യൂട്ടിയിലിരിക്കുക പടഞ്ഞു വീണ് മരിച്ചയാണ്. ഒരു പടം എവിടെയെങ്കിലും കാണുന്നുണ്ടോ? ശ്രീ ഉമ്മൻചാണ്ടിയുടെ തിരുവഞ്ചൂരിൻ്റെ പടം മാത്രം എല്ലാ സ്ഥലത്തും. എന്നാൽ തിരുവഞ്ചൂർ രാഷ്ട്ര ഉമ്മൻചാണ്ടി വല്ല ഓട്ടത്തിൽ റെക്കോർഡ് ഇട്ടിട്ടുണ്ട്. അതിന് വല്ല ഗുസ്തി താരം വല്ലതുമാണ്. അവിടെയൊക്കെ വയ്ക്കേണ്ട ഈ കായിക താരങ്ങളുടെ പടമല്ലേ, അവരുടെ പടം വെച്ചോട്ടെ. പടം വെക്കുന്നതിലൊന്നും എനിക്ക് വിരോധമില്ല. പടം വയ്ക്കുന്നതൊക്കെ പറയുന്ന ഒരു ചീപ്പാണ് തോന്നാലും, എന്നാലും അതിൻ്റെ ഒരു സമീപനം ഞാൻ പറയുകയാണ്. ഉദ്ഘാടന ചടങ്ങിൽ
ഉദ്ഘാടന ചടങ്ങിന് പ്രതിപക്ഷ നേതാവിനെ വിളിക്കണ്ടേ, ചെന്ന് വിളിക്കണ്ടേ? ഒരു ഓഫീസിൽ ഒരു കാർഡ് കൊണ്ട് എറിഞ്ഞിട്ട് പോയാൽ മതിയാകും. അപ്പോൾ നാഷണൽ ഗെയിംസിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവിടെ വരുന്ന ഇപ്പോൾ ആദ്യം ഇറങ്ങി വന്ന ബാച്ചിൽ വന്ന അത്ലറ്റ്സ് ജമ്മു കാശ്മീരിൽ നിന്ന് എത്തിച്ചേർന്നവരെല്ലാം ലോഡ്ജിലാണ് താമസിച്ചത്. കേരളത്തിലെ അത്ലറ്റ്സ് ഇന്നലെ വരെ താമസിച്ചത് LNCPയുടെ വാടകയ്ക്കുള്ള സ്ഥലത്താണ് താമസിച്ചത്. ഇന്നലെ അവരവിടെ വലിയ ബഹളം ഉണ്ടാക്കിയ ശേഷമാണ് അവരെ ഗെയിംസ് വിലയിലെത്തേക്ക് മാറ്റിയത്. ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷേ കായിക താരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ റെഡി ഓടാൻ, ഒഫീഷ്യൽസിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവർ വിധി നിർണ്ണയിക്കുന്നതിന് വേണ്ടി റെഡി. ഇപ്പോൾ അത്ലറ്റ്സ് നടക്കുന്ന യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം ഉണ്ടല്ലോ, വലിയ പരാതിയാണ് വന്നിരിക്കുന്നത്. ആ ട്രാക്ക് തന്നെ 7 വർഷക്കാലം കഴിഞ്ഞ് കാലപ്പഴക്കം കഴിഞ്ഞിരുന്ന ട്രാക്കാണ്, ക്രാക്ക് വീണ ട്രാക്കാണ് അവിടെയാണ് നടത്തുന്നത്. ജമ്പിങ് പിറ്റ് വളരെ മോശമാണ്. പിന്നെ അപ്പോൾ ആ നിലയിൽ അപ്പോൾ ഈ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സ്വിമ്മിംഗ് പൂൾ എന്ന് പുരപ്പം കൊണ്ട് ശരിയായത് 31, ഞാൻ 27-ാം തീയതി അവിടെ പോയതാണ്. അവിടെ ഡൈവിംഗ് പൂള് പിന്നെ ലീക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നിവർത്തിയില്ല. അപ്പോൾ 31-ാം തീയതി ഗെയിംസ് 1-ാം തീയതി മുതൽ ഗെയിംസ് ആരംഭിച്ചപ്പോൾ കായിക താരങ്ങളെ സംബന്ധിച്ചാൽ അതൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ലല്ലോ. റഫറീസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല, അവർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യവുമില്ല. ഇല്ല, അതെല്ലാം നമ്മൾ ഒരുപക്ഷെ ഇത് തീയതി നീട്ടിക്കൊണ്ടു പോയിരുന്നെങ്കിൽ കുറെ കൂടി മെച്ചപ്പെടുത്താമായിരുന്നു എന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, അതെനിക്ക് ഈ യന്ത്രം ഇവരുടെ കയ്യിലാണല്ലോ, ഇതാണല്ലോ ഈ യന്ത്രം, ഇത് വെച്ചാണല്ലോ ഇത് അപ്പോഴും ഇത്തരത്തിൽ ഈ പറയുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മുമ്പോട്ട് ഇതെല്ലാം പറയുന്ന അവസരത്തിൽ തന്നെ ഈ അഴിമതികൾ നടന്നു കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഈ നാഷണൽ ഗെയിംസ് കഴിയുമ്പോൾ കേരളത്തിൽ ഇനി മറ്റൊരു ഗെയിംസിന് തുടക്കം കുറിക്കും അല്ലേ? ഏതായാലും ACV ന്യൂസിൽ ഇത്രയും ഉള്ളു തുറന്നതിന് വളരെ നന്ദി. വളരെ നന്ദി. അങ്ങേക്ക് ഈ ദേശീയ ഗെയിംസിൻ്റെ ഉദ്ഘാടന സമാപന സമ്മേളനത്തിൻ്റെ പിന്നെ 15 കോടി രൂപയുടെ രേഖാമൂലമുള്ള ഒരു രേഖ ഞാൻ അങ്ങേക്ക് പ്രയോജനപ്പെട്ട് നൽകുകയാണ്.